പൃഥ്വിരാജിന് ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ മിക്ക ആൾക്കാരും നല്ലൊരു പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ചിത്രം തന്നെയാണ് സന്തോഷ് ട്രോഫി എന്ന ചിത്രം. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ബിപിൻ ദാസും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടെയാണ്. ഈ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വന്ന പോലെ നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം മുതലായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ജയറാമേട്ടന്റെ ഒരു വമ്പൻ ചിത്രം തന്നെ വരാൻ പോവുകയാണ്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് 2018 എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ സംവിധാനമായിട്ടുള്ള ജൂഡ് ആന്റണി ജോസഫ് ആയിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണ്. കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന സെപ്റ്റംബർ മാസം മുതലായിരിക്കുമെന്നും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായിരുന്നു റോന്ത് എന്ന ചിത്രം. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഫസ്റ്റ് ഡേ കളക്ഷൻ ഏകദേശം 55 ലക്ഷം to 60 ലക്ഷം കളക്ഷൻ ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇന്നലെ മാത്രം ഏകദേശം 30ഓളം ഷോസ് ചിത്രത്തിന്റെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മികച്ച ഒരു സ്റ്റാർട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ മികച്ച ഒരു കളക്ഷൻ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ മികച്ച ഒരു തിയേറ്ററിക്കൽ വിജയം തന്നെ ഈ ഒരു ചിത്രം സ്വന്തമാക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ദുൽഖർ നായിക്കിന് ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ഐ ആം ഗെയിം എന്ന ചിത്രം. ആർഡെക്സ് എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തൊരുക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് ഹൈദരാബാദിൽ വെച്ചായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം അതിന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം റിലീസിനെത്തുക അടുത്ത വർഷമൊക്കെ ആയിട്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇനി ലാലേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് അമൽ നീരദ് സംവിധാനം ചെയ്ത് ഒരുക്കാനിരിക്കുന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഒക്ടോബർ നവംബർ മാസമായിട്ട് തുടങ്ങുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡേയ്സ് ഇപ്പോൾ ചിത്രത്തിന്റെ ടീം ചാർട്ട് ചെയ്തതിൽ വലിയൊരു ചേഞ്ച് തന്നെ വരുത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 150 ദിവസത്തോളം വരുന്ന ഷൂട്ടിംഗ് ആണ് ചിത്രത്തിന് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ സിനിമ തന്നെ ആയിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യ നായികിനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യയുടെ 45ാമത്തെ ചിത്രം. RJ ബാലാജിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത്. ഈ വരുന്ന ജൂൺ 20 RJ ബാലാജിയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ പ്രമാണിച്ച് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ ടീസർ പുറത്തിറക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് വലിയ താരനിരകളൊന്നും കൂടാതെ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ചിത്രമായിരുന്നു വാഴ എന്ന ചിത്രം. ഈ ഒരു ചിത്രം അന്ന് ഏകദേശം 40 കോടി രൂപയോളമായിരുന്നു തിയേറ്ററിൽ കളക്ട് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. തുടർന്ന് ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം ഒരു 30 to 40% കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. വാഴ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഒക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാനായാലും സാധിച്ചിട്ടുള്ളത്. ധനുഷ് നായികിനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കുബേരൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നടക്കാൻ പോകുന്നത് രാവിലെ 6 മണിക്കായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം ആയാലും ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ ഈ ഒരു ചിത്രത്തിന് നമ്മുടെ കേരളത്തിലുള്ള വിതരണാവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹൈപ്പൊക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രം വരുന്ന ജൂൺ 20 വേൾഡ് തിയേറ്ററിലേക്കായാലും റിലീസിനെത്താനിരിക്കുന്നത്. ടൊവിനോ തോമസ് നായികിനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു നരിവേട്ട എന്ന ചിത്രം. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ ടൈം മുതൽ വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ഏകദേശം വേൾഡ് വൈഡ് കളക്ഷന് ഏകദേശം 25 കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 17 കോടി രൂപ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മാത്രം ചിത്രത്തിന്റെ ഏകദേശം 7.5 ലക്ഷം രൂപയ്ക്ക് അടുത്തോളമാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ കളക്ഷൻ്റെ ആയാലും നെടിവ് വരാൻ കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ ചിത്രങ്ങളൊക്കെ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയത് കൊണ്ടൊക്കെ തന്നെയാണ്. അങ്ങനെ ലോകേഷ് കനകരാജ് നായകനായി ഒരു ചിത്രം വരാൻ പോവുകയാണ്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ധനുഷിന്റെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ടുള്ള ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിന്റെ സമയമായിട്ടുള്ള അരുൺ മാധേശ്വരന്റെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതൊരു ആക്ഷൻ പാക്കഡ് ചിത്രമായിരിക്കുമെന്നും കൂടാതെ തന്നെ ഈ ഒരു ചിത്രം അഭിനയിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കൂലി എന്ന ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് നടത്താൻ പോവുകയാണ്. ആ ഒരു ചിത്രത്തിന്റെ ആയാലും പ്രൊമോഷൻ വർക്കുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ തന്നെ പുള്ളി തന്നെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പടങ്ങളാണ് കൈദി ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും അമീർ ഖാന്റെ കൂടെ ഒരു സൂപ്പർ ഹീറോ ചിത്രം ചെയ്യുമെന്നൊക്കെ. കൂടാതെ ഇപ്പോൾ പുള്ളി നായകനായിട്ടൊരു ചിത്രം വരുമ്പോഴും ഡയറക്ഷനിലും പോകണം. അങ്ങനെ ഒരു പാരലായിട്ട് ഈ രണ്ട് സംഭവങ്ങളും ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും കൂടെ എത്തിയിട്ടുണ്ട്. ഇതൊരു ആക്ഷൻ പാക്കഡ് ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയൊക്കെ തന്നെ ഉണ്ട്. ഈ ഒരു പ്രൊജക്ട് ഒഫീഷ്യലി ഉടനെ തന്നെ ചിത്രത്തിന്റെ ടീം ഒരു പോസ്റ്റർ വഴി കൺഫേം ആക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട്. ആസിഫ് അലി നായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് ഇന്നലെ മാത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 10 ലക്ഷത്തിന് മുകളിലാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ചിത്രത്തിന്റെ ടീമായാലും ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഗരുഡൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം സൂര്യ നായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മാമൻ എന്ന ചിത്രം. ചിത്രത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ തിയേറ്ററുകളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഏകദേശം ഒരു 40 കോടി രൂപയ്ക്കൊക്കെ മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി തിയേറ്ററിൽ ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിട്ടുണ്ടെന്ന് ചിത്രത്തിന്റെ
ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോഴും ചില തിയേറ്ററിലൊക്കെ മികച്ചൊരു റണ്ണൊക്കെ ഇപ്പോഴും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള ഏറ്റവും പുതിയൊരു മലയാള ചിത്രമായിരുന്നു വ്യാസന സമേതം ബന്ധുമിത്രാദികൾ എന്ന ചിത്രം. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഫസ്റ്റ് ഡേ തന്നെ കളക്ഷൻ ഏകദേശം 35 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഒരു ഡീസന്റ് ആയിട്ടുള്ള സ്റ്റാർട്ടൊക്കെയാണ് ചിത്രത്തിനായാലും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള അഭിനയം ഏറ്റവും പുതിയ സംവിധാനം ചെയ്തൊരുക്കാൻ പോകുന്നത് നെസ്ലിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുന്നു ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ തന്നെ തുടങ്ങുമെന്ന്. ഈ ഒരു ചിത്രം അടുത്ത വർഷം ഒന്നെങ്കിൽ മിഡിലൊക്കെ ആയിട്ടായിരിക്കും തിയേറ്ററിലേക്ക് റിലീസിനെത്തുക എന്ന് ഓൾമോസ്റ്റ് ചിത്രത്തിന്റെ ടീം അതിന് കൺഫേം ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനിമ തന്നെ ആയാലും ഏറ്റവും വലിയൊരു ബഡ്ജറ്റ് വരാനിരിക്കുന്ന ഒരു പാനതി ചിത്രമാണ് കണ്ണപ്പ എന്ന ചിത്രം. നമ്മുടെ മലയാളത്തിലുള്ള ലാലേട്ടനൊക്കെ ഉണ്ട്. കൂടാതെ പ്രഭാസ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷമായി തന്നെ എത്തുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറൊക്കെ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ നമ്മുടെ കേരളത്തിലുള്ള വിതരണ അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് ലാലേട്ടന്റെ ആശീർവാദ സിനിമാസ് ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ദൃശ്യം എന്ന ചിത്രമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു ചിത്രം റിലീസിന് എത്തിയ സമയത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ തന്നെ ആദ്യത്തെ ഒരു 50 കോടി ചിത്രം എന്ന് പറയുന്നത് ദൃശ്യം ചിത്രമായിരുന്നു. കൂടാതെ ഈ ഒരു ചിത്രം പല ഭാഷയിലായിട്ട് റീമേക്ക് ചെയ്ത് ഹിറ്റ് അടിച്ചിട്ടുമുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇറങ്ങിയപ്പോഴായാലും ഒട്ടും താഴെ പോകാതെ വലിയ രീതിയിലുള്ള ഒരു തരംഗം തന്നെ OTT-യിലും ഉണ്ടാക്കി ചിത്രം അന്ന് OTT-യിലും വലിയ രീതിയിൽ ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ചിത്രത്തിന്റെ ഒരു മൂന്നാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ നടക്കുകയാണെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ദൃശ്യം 3 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ചിത്രത്തിന്റെ ടീം ഈ വരുന്ന സെപ്റ്റംബർ മാസം മുതൽ ആയിരിക്കുമെന്നും ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ കൂടുതലായിട്ടൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നും ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്നൊരു ഞെട്ടിക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു അല്ലു അർജുൻ ചിത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തൊരുക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിലെ തന്നെ കുഞ്ഞിരാമായണം, ഗോദ, മിന്നൽ മുരളി പോലുള്ള സിനിമകളിലൊക്കെ സംവിധാനമായിട്ടുള്ള ബേസിൽ ജോസഫ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാര്യത്തെ പറ്റിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയതോടെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് തന്നെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ചിത്രം കൺഫേം ആകട്ടെ എന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാരണം മിന്നൽ മുരളി പോലെ OTT-യിലൊക്കെ വലിയൊരു തരംഗം ഉണ്ടാക്കിയ ചിത്രത്തിന് ശേഷമാണ് ഇനിയും ബേസിൽ ജോസഫ് അടുത്തൊരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ തന്നെ ഏറ്റവും വലിയൊരു ടോപ്പ് ആക്ടർ ആയിട്ടുള്ള അല്ലു അർജുനെ വെച്ചൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അത്ര വലിയൊരു ഹൈപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ തന്നെ ആയിരിക്കും. അല്ലു അർജുനോട് ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ നാരേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ അത് ആ ഒരു സ്ക്രിപ്റ്റ് ആയാലും അല്ലു അർജുൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു ചിത്രത്തിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ തന്നെയാണ് ഇപ്പോൾ ആകെ നടന്നു പോകുന്നതെന്നൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് എങ്ങാനും കൺഫേം ആകുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഹൈപ്പും കൂടാതെ ബേസിന്റെ ആയാലും കരിയർ തന്നെ നല്ലൊരു ചേഞ്ച് ആകുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൊജക്റ്റ് ആയാലും ഒഫീഷ്യലി കൺഫേം ആകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ഗീത ആർട്സ് ആയിരിക്കുമെന്നും കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്നത് തുടരും. കൂടാതെ തന്നെ നരിവേട്ട പോലുള്ള സിനിമകളുടെയൊക്കെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ള ജെയ്ക്സ് ബിജോയി ആയിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ബേസിലി നറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലു അർജുന്. ഈ ഒരു ചിത്രത്തിന്റെ ഫൈനൽ ഡിസ്കഷൻ ഒക്കെ ആയാലും ഈ ഒരു ചിത്രത്തിന്റെ ഇപ്പോൾ നടന്നു പോകുന്നുണ്ട്. കൂടാതെ ബേസിൽ ഇതിനായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രം പോലും നിരാശപ്പെടുത്തിയിട്ടില്ല. കൂടാതെ അല്ലു അർജുനെ പോലെ ഒരു ആക്ടറിനെ കിട്ടുമ്പോൾ പുള്ളി നല്ല രീതിയിൽ തന്നെ ആ ഒരു ആക്ടറിനെ യൂട്ടിലൈസ് ചെയ്ത് വലിയൊരു കിടില സിനിമ തന്നെ ഡയറക്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രൊജക്ട് ഒഫീഷ്യലി കൺഫേം ആകട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.